ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എലാസ്റ്റിക് വെച്ച് മാലയും ബ്രേസ്ലെറ്റും എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിൽ എങ്ങനെയാണ് കെട്ടുന്നത് എന്ന് കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടാൻ സാധിക്കും. സാധാരണ നമ്മൾ എലാസ്റ്റിക് വെച്ച് കെട്ടുമ്പോൾ അത് പെട്ടെന്ന് ടൈറ്റായി വരില്ല, എപ്പോഴും ഇങ്ങനെ ലൂസായിട്ട് അഴിഞ്ഞു പോകുന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേസ്ലെറ്റാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബീഡ്സ് ഇതിൽ ഓരോന്നായിട്ട് കോർത്തെടുക്കുവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് ഹെയർ ബാൻഡുകളുടെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ എല്ലാം വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ. അങ്ങനെ നമ്മൾ ബീഡ്സ് എല്ലാം ഇതിൽ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കെട്ടുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ വലത് ഭാഗത്ത് ഇതുപോലെ നമ്മൾ നോർമലായിട്ട് കെട്ടുന്ന രീതിയിലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുക്കാതെ ഇതുപോലെ ലൂസാക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ കെട്ടുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് കെട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വലത് വശത്തുള്ള എലാസ്റ്റിക്കിലും ഇതുപോലെ ഒരു കെട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കെട്ടിനെ നമ്മൾ ടൈറ്റാക്കാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരു റൗണ്ടിലാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വലത് വശത്തുള്ള എലാസ്റ്റിക്കിനെ ഇതുപോലെ ഇടത് വശത്ത് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ട് ഒരു റൗണ്ടാക്കി എടുത്തിട്ടില്ലേ, അതിനുള്ളിലൂടെ ഇതുപോലെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എലാസ്റ്റിക് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇതുപോലെ വലത് വശത്തുള്ള എലാസ്റ്റിക്കിനെ നമ്മൾ ഇടത് വശത്തുള്ള ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടി കോർത്തെടുക്കുകയാണ്. അതിനുശേഷം ഇടത് വശത്തുള്ള എലാസ്റ്റിക്കിനെ ഇതുപോലെ വലത് വശത്തുള്ള ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമ്മൾ ഈ രണ്ട് ഭാഗത്തെയും ഇതുപോലെ നല്ല ടൈറ്റാക്കിയിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും. ഒരിക്കലും അഴിഞ്ഞു പോരാത്ത രീതിയിൽ കിട്ടിക്കോളും. ഇനി നമുക്ക് വേണമെങ്കിൽ ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കെട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ഒരു ലൈറ്റർ വെച്ചിട്ട് ആ എൻഡ് ഭാഗം ഒന്ന് ഉരുക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും അഴിഞ്ഞു പോരുള്ള, നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലുള്ള എലാസ്റ്റിക് വെച്ചിട്ട് മാലയോ ബ്രേസ്ലെറ്റോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ കെട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.